ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാം എങ്ങനെ ഈസിയായി എഴുതാം എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഫാക്ടോറിയൽ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4, അതായത് 24. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5, അതായത് 120. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 × അങ്ങനെ പോയിട്ട് n. പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളായിട്ട് 4 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഞാൻ ഫാക്റ്റ് എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് 1 അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ I in range 1 to 5. എന്തുകൊണ്ടാണ് 5 എന്നെടുത്തത്? 4 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പോൾ അപ്പർ ലിമിറ്റ് എപ്പോഴും 1 കൂട്ടി വേണം എഴുതാനായിട്ട്. അതായത് 4 + 1 5 ആണ് നമ്മൾ എഴുതേണ്ടത്. ഫാക്റ്റിലെ വാല്യൂ ഇപ്പോൾ എന്താണ്? 1 ആണ്. അതിനെ നമ്മുടെ ആദ്യത്തെ നമ്പറായ 1 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 1 കിട്ടി. അത് നമ്മൾ ഫാക്റ്റിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫാക്റ്റിലെ വാല്യൂ എന്താണ്? 1 തന്നെയാണ്. ഇനി വീണ്ടും ഫാക്റ്റിലെ ഇപ്പോഴത്തെ വാല്യൂ, അതായത് 1 ഇൻറ്റു നമ്മുടെ അടുത്ത നമ്പർ ചെയ്യും, അതായത് 2. അപ്പോൾ എന്ത് കിട്ടി? 2. അതിനെ നമ്മൾ ഫാക്റ്റിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഫാക്റ്റിലെ വാല്യൂ 2 ആണ്. ഇനി ആ ആൻസറിനെ വീണ്ടും അടുത്ത നമ്പറായ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 6 ആണ് ആൻസർ. ആ 6നെ ഫാക്റ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? 6 ഇൻറ്റു അടുത്ത നമ്പറായ 4 = 24. ആ 24നെ ഫാക്റ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഫാക്റ്റിലെ വാല്യൂ 24 ആയി. നമ്മൾ 4 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എവിടെയാണ് ഇരിക്കുന്നത്? ഫാക്റ്റ് എന്ന വേരിയബിളിലാണ്, അതായത് 24 ആണ് ആൻസർ. ഇനി നമുക്ക് കോഡിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫാക്റ്റ് = 1 നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഫോർ ലൂപ്പിലേക്ക് വന്നു. ഫോർ ലൂപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 × 3 × 4 ആണല്ലോ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫാക്റ്റിനെ 1 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ 2 ആകുന്നു. ആ സമയത്ത് ഫാക്റ്റിനെ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ഫാക്റ്റിനെ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഓരോ സ്റ്റെപ്പിലും ഐയുടെ വാല്യൂ എന്താണോ ആ നമ്പർ വെച്ച് തന്നെയാണ് ഫാക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്റ്റ് ഇൻറ്റു ഐ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫാക്റ്റിലേക്ക് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫാക്റ്റ് = ഫാക്റ്റ് സ്റ്റാർ ഐ. ഇനി ഫോർ ലൂപ്പിന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ഫാക്റ്റ് എന്ന വേരിയബിളിൻ്റെ അകത്ത് ഫൈനൽ ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിൻ്റ് ഫാക്റ്റ്. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ 4ൻ്റെ ഫാക്ടോറിയലായ 24 ആണ് നമുക്ക് കിട്ടിയത്. 5ൻ്റെ ഫാക്ടോറിയൽ കിട്ടണമെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ അകത്ത് 6 ആണ് കൊടുക്കേണ്ടത്. കണ്ടോ? 120. അതേസമയം യൂസറിന് ഇഷ്ടമുള്ള നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതേത് നമ്പർ ആണെങ്കിലും അതിൻ്റെ ഫാക്ടോറിയൽ നമുക്ക് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിക്കുകയാണ്. എൻ്റർ എ നമ്പർ. അത് എന്നിലോട്ട് സ്റ്റോർ ചെയ്തു. 5ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർ ലൂപ്പിൽ 6 ആണ് എഴുതിയെങ്കിൽ n-ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെഴുതണം? n+1. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഞാനിപ്പോൾ 6 ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ? 720. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.